അവസാനത്തെ സ്റ്റെപ്പും കടന്നു സ്റ്റേജിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങുന്ന തനിക്ക് നേരെ നീടുന്ന ആ കൈ കണ്ടതും ആ കൈയുടെ ഉടമ ആരാണെന്ന് തിരിച്ചറിഞ്ഞ നന്ദു ആ കൈയെ പുച്ഛത്തോടെ നോക്കി. അല്ലേലും ഇത്ര നേരം ഒറ്റയ്ക്ക് നടന്ന എനിക്ക് അവസാനത്തെ സ്റ്റെപ്പ് കയറാൻ ഒരു കൈത്താങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓരോരോ നാട്ടു നടപ്പ് എന്ന് മനസ്സിൽ പ്രാഗിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കൈ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ എന്നവൾക്ക് തോന്നിയത്. അങ്ങനെ തോന്നാൻ കാരണം മറ്റൊന്നുമല്ല, ആ കയ്യിലെ വിരലിൽ കിടക്കുന്ന ആ മോതിരം തന്നെയാണ്. ഇവൻ കൃഷിൻ്റെ മോതിരം അടിച്ചു മാറ്റിയതാണോ അതോ കൃഷി ഇവൻ്റെ മോതിരം അടിച്ചു മാറ്റിയത് തിരികെ കൊടുത്തതോ? ഇനിയിപ്പോൾ ഇത് കൃഷി തന്നെയാണോ? നന്ദുവിൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. ആകെ വട്ടായല്ലോ. അല്ലെങ്കിലും ഇങ്ങനെ ടെൻഷൻ അടിച്ച് വട്ടുപിടിക്കുന്നത് എന്തിനാ? നേരിട്ട് ആ മുഖത്തേക്ക് നോക്കി കൺഫേം ചെയ്താൽ പോരെ എന്ന് മനസ്സിൽ പറഞ്ഞു തല ഉയർത്തി നോക്കിയതേ ഉള്ളൂ. ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവാഞ്ഞത് തൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. മുന്നിൽ പുഞ്ചിരി തൂവി നിൽക്കുന്ന കൃഷ്ണനെ കണ്ടതും ഒരു നിമിഷം തോന്നിയ സന്തോഷം അടുത്ത നിമിഷം സങ്കടത്തിലേക്ക് വഴിമാറി. എല്ലാം അറിഞ്ഞു വെച്ചു കൃഷ്ണൻ തന്നെ പറ്റിക്കുമായിരുന്നു എന്നൊരു തോന്നൽ അവളിലുണ്ടായി. ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് കൃഷ്ണനെ കണ്ടതും അവൻ തന്നോട് സംസാരിച്ചതും എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ അവളുടെ സംശയത്തിൻ്റെ ആഴം ഒന്നുകൂടെ കൂടി. പരിഭവവും സങ്കടവും കൊണ്ട് നിറയാൻ വെമ്പുന്ന മിഴികളെ ശ്വാസിച്ചു നിർത്തി എല്ലാവർക്കും വേണ്ടി മുഖത്ത് ചിരി വരുത്തി കൃഷ്ണൻ്റെ വലത് കൈയിലേക്ക് തൻ്റെ കൈ ചേർത്ത് വെച്ച് അവൾ വേദിയിലെത്തി. വേദിയിലെ നെയിം ബോർഡ് അവളും ശ്രദ്ധിച്ചു. അതോടൊപ്പം തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൃഷ്ണൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തെ അപ്പോഴത്തെ സന്തോഷവും ചിരിയും കണ്ടപ്പോൾ അവൾക്കും കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മനസ്സിലായി. ശേഷം സദസ്സിനെ അവൾ ഒന്ന് വണങ്ങി. അന്നേരമാണ് അവിടെ മുൻപന്തിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന കൃഷിൻ്റെ ഫ്രണ്ട്സിനെ അവൾ കാണുന്നത്. ഓഹോ, അപ്പോൾ എല്ലാവരും ഉണ്ട്, ഞാൻ മാത്രം വെറും മണ്ടി എന്ന് മനസ്സിൽ പറഞ്ഞു. അന്നേരം അവൾ കൃഷിനെ ദഹിപ്പിച്ചു നോക്കി. കൃഷാണെങ്കിൽ അവളോടുള്ള കര കവിഞ്ഞൊഴുകുന്ന പ്രണയത്തെ അടക്കി പിടിച്ചു നിൽപ്പാണ്. അച്ഛനമ്മമാരുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികൾക്ക് മുന്നിൽ ഇതൊരു പക്ക അറേഞ്ച്ഡ് മാരേജാണ്. അതുകൊണ്ട് ലിമിറ്റ് വിട്ട് പെരുമാറാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അവൻ കൺട്രോൾ ചെയ്ത് നിൽപ്പാണ്. അതിനിടയിലാണ് നന്ദുവിൻ്റെ തുറച്ചു നോട്ടം. അവളുടെ കണ്ണും നിറഞ്ഞു തൂവുന്നുണ്ട്. നന്ദൂട്ട, ആ കണ്ണു തുടക്ക്, കൃഷി പതിയെ പറഞ്ഞു. അന്നേരം അവൾ പിന്നെയും അവനെ ദഹിപ്പിച്ചു നോക്കി. നീ എന്താടി എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ അവൻ ചോദിച്ചു. നോക്കി പേടിപ്പിക്കുക മാത്രമല്ല, ഇതൊന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ ഞാൻ കൊല്ലും. നന്ദു ടിഷ്യൂ വെച്ച് കണ്ണുനീർ ഒപ്പിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ നന്ദ, നിനക്കെന്താടി ഭ്രാന്താ? കൃഷ് ഒന്നുകൂടി അവൾക്കരികിലേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു. അതെ, എനിക്ക് ഭ്രാന്താ. എന്നെയാണ് നീ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നീ നേരത്തെ അറിഞ്ഞിരുന്നില്ലേ? അതാണല്ലോ നീ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത് നമ്മുടെ എൻഗേജ്മെൻ്റ് ആണെന്ന് അത്രത്തോളം കോൺഫിഡൻ്റ് ആയി നീ പറഞ്ഞത്. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? നന്ദുവിൻ്റെ പറച്ചിൽ കേട്ട് കൃഷ് കണ്ണും തലയിരിപ്പാണ്. ആരും പറഞ്ഞില്ല. നമുക്കിടയിൽ നടന്നതൊക്കെയും ഏറെക്കുറെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്. എൻ്റെ നന്ദ, നിന്നോട് ആരാ ഇതൊക്കെയും കൂട്ടി വായിക്കാൻ പറഞ്ഞേ? നിനക്കറിയോ, നിന്നെപ്പോലെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അന്നത്തെ ആ സോളോ ട്രിപ്പ് നീയാണെന്ന്. അവൻ്റെ ആ സോളോ ട്രിപ്പ് എന്ന പ്രയോഗം അവൾക്കിഷ്ടായില്ല എന്നത് അവളുടെ നോട്ടത്തിൽ നിന്നും കൃഷ്ണന് മനസ്സിലായി. എൻ്റെ നന്ദ, ഇന്നലെ വരെ നിന്നെ കെട്ടാൻ പോണ പയ്യനെ തെണ്ടി എന്ന് പറഞ്ഞാണ് ഞാൻ അഭിസംബോധന ചെയ്തത്. വെളിവും വെള്ളിയാഴ്ചയുള്ള ആരേലും സ്വയം തെണ്ടി എന്ന് പറഞ്ഞ് നടന്ന് സന്തോഷം കണ്ടെത്തുമോ? സത്യമായിട്ടും ആ നെയിം ബോർഡ് കണ്ടപ്പോഴാണ് ഞാൻ ആദ്യം ഞെട്ടിയത്. അത് കഴിഞ്ഞ് നിന്നെ നേരിൽ കണ്ടപ്പോഴും ദേ ഇപ്പോഴും ആ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. കൃഷ് തൻ്റെ ഭാഗം വ്യക്തമാക്കി. സത്യമായിട്ടും? അന്നേരം നന്ദു കൊച്ചു കുഞ്ഞിനെ പോലെ ചുണ്ടു വിളർത്തി അവനോട് ചോദിച്ചു. എൻ്റെ നന്ദൂട്ടനാണ് സത്യം. സന്തോഷമുണ്ട് ഈ നിമിഷം നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അത് വേണ്ട. നമ്മുടെ അച്ഛനമ്മമാർ ആഗ്രഹിച്ച പോലെ അവർ തന്നെ നമ്മളെ ചേർത്ത് വെക്കട്ടെ. അത് കഴിഞ്ഞ് സമയം പോലെ ഞാൻ ഒമ്പിച്ചോളാം. അവൻ്റെ പറച്ചിൽ അവളിൽ നാണം നിറച്ചു. നന്ദ, എന്നാലും ഞാൻ അന്ന് വന്നപ്പോൾ നീ ട്രിപ്പടിക്കാൻ പോയതേ വളരെ മോശമായിപ്പോയി. അതിനിടയിൽ നന്ദുവിൻ്റെ കാതോരം സ്വകാര്യം പോലെ ഇവൻ പറഞ്ഞതും ആരും കാണാതെ നന്ദു അവനെ ചെറുതായി നുള്ളി. രണ്ടുപേരും അവർക്ക് കേൾക്കാൻ പാകത്തിൽ സ്വകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചടങ്ങുകൾ ആരംഭിക്കാൻ സമയമായെന്നും പറഞ്ഞ് അച്ഛനമ്മമാർ വരുന്നത്. മാതാപിതാക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ മോതിരമാറ്റ ചടങ്ങ് നടന്നു. കൃഷ് നന്ദുവിൻ്റെ വിരലിലേക്ക് മോതിരം അണിയിക്കുമ്പോൾ തൊട്ടരികിലെ നടുവിരലിൽ കിടക്കുന്ന ഡയമണ്ട് റിംഗ് കണ്ടു കൃഷിൻ്റെ കണ്ണുകൾ അതിൻ്റെ ഇണയെ തേടിയെത്തി. അടുത്ത നിമിഷം നന്ദുവും അവൻ്റെ വിരലിലേക്ക് മോതിരം അണിയിച്ചു. ഇരുവരുടെയും പേര് കൊത്തിയ മനോഹരമായ കപ്പിൾ റിംഗ് ആയിരുന്നു അവർ പരസ്പരം അണിയിച്ചു കൊടുത്തത്. അന്നേരം ഇരുവരുടെയും കണ്ണുകളിൽ സന്തോഷത്തിൻ്റെയും നിർവൃതിയുടെയും നീർത്തുള്ളികൾ പൊടിഞ്ഞു.
ആ നിമിഷം നന്ദുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ അവൻ തൻ്റെ വിരലുകളാൽ ഒപ്പിക്കൊടുത്തു. ഇനി 2 പേരും വേണമെങ്കിൽ ഒന്ന് ഹഗ് ചെയ്തോ, ഞങ്ങളിവിടെ ഉണ്ടെന്ന് കരുതി നാണിക്കുകയൊന്നും വേണ്ട. കൃഷിൻ്റെ മുത്തശ്ശൻ അതിനിടയിൽ കൗണ്ടർ അടിച്ചു തുടങ്ങി. ആർക്ക് നാണം? എനിക്ക് നാണമൊന്നുമില്ല. കൃഷ് നന്ദുവിൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇതാണല്ലേ എൻ്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആ പാവം പയ്യൻ. വർമ്മ തൻ്റെ മകളുടെ അരികിൽ വന്ന് അത് പറഞ്ഞപ്പോൾ നന്ദു അച്ഛനെ ഇറുകെ പുണർന്നു. താങ്ക് യു അച്ഛ. എൻ്റെ മോള് ഇപ്പോൾ ഹാപ്പി ആയല്ലോ, അത് മതി അച്ഛന്. അയാൾ തൻ്റെ മകളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ 2 പേരും ഒരുമിച്ചൊരു വീട്ടിലായിരുന്നു താമസമെന്ന് കേട്ടു. അതിനിടയിൽ മേനോൻ്റെ ചോദ്യം കേട്ട് കൃഷുവും നന്ദുവും ഒരുപോലെ നടങ്ങി. അന്നേരം 2 പേരും ഒന്നും മിണ്ടിയതേയില്ല. അല്ല, ഇക്കാര്യം രാവിലെ നിശ്ചയം മുടക്കാമെന്ന ആ ബിരുദന്മാർ പറഞ്ഞതാ. അവരെ കുറച്ച് ഫോട്ടോസും കാണിച്ചിരുന്നു. വർമ്മ അത് പറഞ്ഞപ്പോഴാണ് താൻ കാണിച്ച മണ്ടത്തരത്തെക്കുറിച്ച് കൃഷ് ഓർക്കുന്നത്. അത് പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു. പക്ഷെ ഞങ്ങൾ 2 മുറിയിലായിരുന്നു താമസം. വേണേൽ നന്ദിയോട് ചോദിച്ചു നോക്കൂ അങ്കിൾ. കൃഷ പറഞ്ഞത് കേട്ടതും ഇവനിപ്പോൾ എല്ലാം തുറന്നു പറയൂ എന്ന പോലെ നന്ദ അവനെ നോക്കി പേടിപ്പിച്ചു. കൃഷിൻ്റെ അമ്മ നന്ദുവിൻ്റെ കഴുത്തിലേക്ക് മനോഹരമായ ഡയമണ്ട് നെക്ലേസ് അണിയിച്ചു കൊടുക്കുമ്പോൾ നന്ദുവിൻ്റെ കണ്ണുകൾ തൊട്ടരികിൽ നിൽക്കുന്ന കൃഷിലേക്ക് നീണ്ടു. അന്നേരം അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. പിന്നീട് എല്ലാവരും ചേർന്ന് നിന്ന് ഫോട്ടോസ് എടുത്തു. അതിൻ്റെ കൂടെ കൃഷും നന്ദുവും മാത്രമായുള്ള ഫോട്ടോ എടുപ്പ് നടന്നു. ഇതൊക്കെ കഴിഞ്ഞാണ് ഫ്രണ്ട്സിൻ്റെ എൻട്രി നടക്കുന്നത്. ആഡിസിനും ധ്യാനനും ദിവിനും പുറമെ വിരാജനെയും അലോകിനെയും അവിടെ കണ്ടതും കൃഷ് ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. ഇതൊക്കെ കൂടെ ഉണ്ടായ മൂന്നെണ്ണത്തിൻ്റെ പണിയാണെന്ന് കൃഷിന് മനസ്സിലായി. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കൃഷ് ആഡിസിനെ ഇറുകെ പുണർന്നു. വർഷങ്ങൾക്ക് ശേഷം എല്ലാം മറന്ന് അലോക് കൃഷിനെ ഹഗ് ചെയ്തപ്പോൾ ഇരുവരുടെയും കണ്ണ് ഒരുപോലെ നിറഞ്ഞിരുന്നു. വിരാജ് കൃഷിനെയും നന്ദുവിനെയും വിഷ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് കൂട്ടുകാർ എല്ലാവരും കൂടി വേദി കൈയടക്കി. കേക്ക് കട്ടിങ്ങും പാട്ടും ഡാൻസും ഒക്കെ ആയി എല്ലാവരും കൂടി അടിച്ചു പൊളിക്കുന്ന നേരത്താണ് അടുത്ത സർപ്രൈസ്. കാതറിനും സണ്ണിച്ചായനും ഒരുമിച്ച് വേദിയിലേക്ക് വരുന്നത് കണ്ടപ്പോൾ കൃഷും നന്ദുവും ഒരുമിച്ച് കണ്ണും തള്ളിയിരിപ്പാണ്. അതിൻ്റെ കൂടെ അവർ സമ്മാനിച്ച ഗിഫ്റ്റ് കൂട്ടുകാരെല്ലാവരും കൂടി ഓപ്പൺ ചെയ്തു. ആ ഗിഫ്റ്റ് കണ്ടതും മൊത്തത്തിൽ അവർ കിളി പോയിരിപ്പാണ്. കൃഷി നീട്ടിയ റോസാപ്പൂവ് നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുന്ന നന്ദു. അന്നത്തെ വയലിൻ വായനക്കിടയിൽ നടന്ന സംഭവം ഓൾഡ് റൊമാൻറ്റിക് കപ്പിൾസ് ക്യാമറയിൽ പകർത്തിയിരുന്നു. മനോഹരമായ ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നതാണ്. ഏകദേശം 9 മണിയോടെ പരിപാടിയൊക്കെയും കഴിഞ്ഞു. പിറ്റേന്ന് കോളേജ് ഉള്ളതിനാൽ കൃഷിൻ്റെ ഫ്രണ്ട്സൊക്കെയും രാത്രി തന്നെ മടങ്ങി. കൂട്ടുകാരെ യാത്ര അയക്കാൻ നേരം കൂട്ടുകാർ 3 കൂടി അവൻ്റെ കാതിൽ സ്വകാര്യം പറഞ്ഞു ചിരിക്കുന്നത് കണ്ടപ്പോൾ നന്ദു അവിടെ നിന്ന് മനഃപൂർവ്വം സ്കൂട്ടായി. വീട്ടുകാരും തിരികെ മടങ്ങാനൊരുങ്ങുകയാണ്. നന്ദുവിനെയും കൊണ്ട് താൻ അങ്ങോട്ട് എത്തിക്കോളാമെന്ന് പറഞ്ഞ കൃഷ് അവളുടെ അച്ഛൻ്റെ പെർമിഷൻ വാങ്ങിക്കുന്നത്. വർമ്മയ്ക്ക് അതിന് സമ്മതക്കുറവൊന്നുമില്ലായിരുന്നു. നന്ദുവിൻ്റെ അച്ഛനും അമ്മയും സഞ്ചരിച്ച വണ്ടിക്ക് പിന്നാലെ കൃഷിൻ്റെ വണ്ടിയും നീങ്ങി തുടങ്ങി. കാറിൽ കയറുന്നതിന് മുൻപായി മനസ്സ് നിറഞ്ഞൊരു കെട്ടിപ്പിടുത്തം, നെറ്റിയിലൊരു ചുംബനം. അതിനപ്പുറം അവൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടന്നില്ല. അതിൻ്റെ നേരിയ വിഷമം അവൻ്റെ മുഖത്തുമുണ്ട്. വണ്ടി ഓടിക്കുന്നതിനിടയിൽ അവളുടെ വലത് കൈയെടുത്ത് ചുണ്ടോട് ചേർത്തു. അത് കഴിഞ്ഞ് അവളുടെ കൈയെടുത്ത് ഗിയറിന് മേലെ വെച്ചു. അതിന് മേലെ തൻ്റെ കൈയും ചേർത്ത് വെച്ച് ഒരുമിച്ച് ഗിയറിട്ട് കളിക്കാന്ന് വെച്ചപ്പോൾ ഗിയറും അവനെ ചതിച്ചു. വണ്ടി ഓട്ടോമാറ്റിക്കാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഗിയർ മാനുവൽ മോഡിലേക്ക് മാറ്റി വണ്ടി ഓടിച്ചു. ഈ നിമിഷം ഒരിക്കലും അവസാനിക്കരുത് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് നന്ദുവിൻ്റെ അച്ഛൻ വണ്ടി പറപ്പിച്ച് വിടുന്നത്. ഇങ്ങേർക്ക് ഇതെന്തിൻ്റെ കേടാ, പതുക്കെ പോയാൽ പോരെ, ബ്ലഡി ഫാദർ ഇൻ ലോ. കൃഷ് മനസ്സിൽ അയാളെ പ്രാഗിക്കൊണ്ടിരുന്നു. ഞാനിനി ആമ എഴയുന്നത് പോലെ എഴഞ്ഞു പോയാൽ അവരെന്ത് കരുതും എന്ന് കരുതി കൃഷ് വണ്ടി മിനിമം സ്പീഡിൽ ഓടിച്ചു. വർമ്മയുടെ കാറിന് പിന്നാലെ കൃഷിൻ്റെ വണ്ടിയും നന്ദുവിൻ്റെ വീടിന് മുന്നിൽ വന്ന് നിർത്തി. ഡ്രസ്സ് മാറിയിട്ട് ഒന്ന് കുളിച്ച് സ്വസ്ഥായി ഉറങ്ങണം എന്നും പറഞ്ഞ് തന്നോട് യാത്ര പോലും പറയാതെ വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങി പോകുന്ന പെണ്ണിനെ കണ്ടതും കൃഷ് പല്ല് ഞെരിച്ചു. പാവാടയും പൊക്കി പിടിച്ചു പോകുന്ന പെണ്ണിനെ നോക്കി നിൽക്കുന്നതിനിടയിലാണ് നന്ദുവിൻ്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നതും അവൻ അകത്തേക്ക് സ്വീകരിക്കുന്നതും. അങ്ങനെ ബ്ലഡി ഫാദർ ഇൻ ലോ ഇപ്പോൾ സ്വീറ്റ് ഫാദർ ഇൻ ലോ ആയി മാറി. ലിവിംഗ് ഏരിയയിലെ സെറ്റിയിലിരുന്ന് വീട് മുഴുവൻ കണ്ണോടിക്കുമ്പോൾ നേരത്തെ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയ സാധനം അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കൃഷ് നോക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് നന്ദുവിൻ്റെ അമ്മ അവനുള്ള ജ്യൂസുമായി വരുന്നത്. അന്ന് വന്നിട്ട് ചായ പോലും കുടിക്കാതെ പോയതല്ലേ, അതുകൊണ്ട് മരുമോന് വേണ്ടി ഐസ്ക്രീമൊക്കെയും ചേർത്ത് സ്പെഷ്യൽ കാഷ്യൂ ഷേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നതായിരുന്നു. അമ്മ, മിക്സിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, എനിക്കും വേണം ജ്യൂസ്. അതിനിടയിലാണ് നന്ദ മുകളിലെ മുറിയിൽ നിന്ന് വിളിച്ചു പറയുന്നത്. ആൻറ്റി, ഇനിയിപ്പോൾ വേറെ ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ ഒരുമിച്ച് കുടിച്ചോളാം എന്നും പറഞ്ഞ് കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് ജ്യൂസുമായി സ്റ്റെയർ കയറുന്ന കൃഷ്ണനെ കണ്ടതും
അവളുടെ അമ്മ വല്ലാത്ത ഭാവത്തിൽ വർമ്മയെ നോക്കിപ്പോയി. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അങ്ങ് വിട്ടേക്ക് യമുനെ. ആ മേനോന്റെ സന്തതിയല്ലേ, ഇതിലപ്പുറവും പ്രതീക്ഷിക്കാം. ചെറുചിരിയാൽ അതും പറഞ്ഞ് മുറിയിലേക്ക് കയറി പോകുന്ന തൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ യമുനയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് കോളേജിൽ പഠിക്കുന്ന സമയത്തെ ക്യാമ്പസിലെ സൂപ്പർ പ്രണയ ജോഡികളായിരുന്ന കൃഷിൻ്റെ അച്ഛനെയും അമ്മയുമാണ്. അതോർത്താണ് വർമ്മ ഈ പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായി. നന്ദു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് തൻ്റെ ഇയർ ചെയിൻ അഴിച്ചു മാറ്റാനൊരുങ്ങുമ്പോഴാണ് ഡോറിൽ നോക്ക് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത്. ഈ അമ്മയ്ക്ക് ഇതെന്തിൻ്റെ കേടാ, പെർമിഷൻ കിട്ടിയിട്ട് വേണ്ട അകത്ത് കയറാൻ എന്നും പിറുപിറുത്തുകൊണ്ട് ഇനി കയറി വാ അമ്മ എന്നും പറഞ്ഞ് തൻ്റെ പ്രവൃത്തി തുടർന്നപ്പോൾ ഡോറും തുറന്ന് ജ്യൂസ് ഗ്ലാസും കയ്യിൽ പിടിച്ചു അമ്മയ്ക്ക് പകരം അമ്മയുടെ ഭാവി മരുമോൻ. അവൾ പകപ്പോടെ കൃഷിന് നേരെ തിരിഞ്ഞു. നീ പോയില്ലേ കൃഷ്? പോയാൽ പിന്നെ ഇവിടെ ഉണ്ടാവോ? നീ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നേ? നീയല്ലേ ജ്യൂസിന് ചോദിച്ചത്, അത് തരാന്ന് കരുതി വന്നതാ. അമ്മ കൊണ്ട് വരുമായിരുന്നില്ലേ, അതിങ്ങ് തന്നിട്ട് നീ പെട്ടെന്ന് പോയിക്കോ കൃഷ്. അമ്മയൊക്കെ എന്ത് കരുതി കാണുമെന്തോ, നന്ദു വല്ലായ്മയോടെ പറഞ്ഞു. എന്ത് കരുതാൻ, ഒന്നും കരുതില്ല. ഏത് പാതിരാത്രിയിലും ഇങ്ങോട്ട് കയറി വരാനുള്ള ലൈസൻസാണ് നിന്റെ വിരലിൽ കിടക്കുന്നത്. അതവരെനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ജ്യൂസ് തന്നിട്ട് പോവാൻ ഇത് നിന്റെ ജ്യൂസല്ല, എൻ്റെ ജ്യൂസാ. നിന്റെ അമ്മ, അതായത് എൻ്റെ ഫ്യൂച്ചർ മദർ ഇൻ ലോ, എനിക്ക് സ്നേഹത്തോടെ ഉണ്ടാക്കി തന്ന സ്പെഷ്യൽ കാഷ്യൂ ജ്യൂസ്. നിന്റെ അമ്മ നിനക്ക് ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം പിന്നെ ഞങ്ങളെ ഒരുമിച്ച് കുടിച്ചോളാമെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നതാ. പറയുന്നതിനിടയിൽ അവൻ അവളുടെ അരികിലേക്ക് എത്തിയിരുന്നു. അന്നേരം അവൾ കണ്ണാടിക്ക് അഭിമുഖമായി തിരിഞ്ഞ് തൻ്റെ പ്രവൃത്തി തുടർന്നപ്പോൾ അവൻ അവളുടെ പിറകിൽ നിന്ന് അവളുടെ പ്രതിബിംബത്തിലേക്ക് നോക്കി ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. അവൻ്റെ ആ പ്രവൃത്തി കണ്ണാടിയിൽ കൂടി അവളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വേണോ? അതിനിടയിൽ കൃഷ് ചോദിച്ചു. എനിക്കങ്ങ് വേണ്ട. നിനക്ക് വേണ്ടി നിൻ്റെ ഫ്യൂച്ചർ മദർ ഇൻ ലോ സ്പെഷ്യലായി ഉണ്ടാക്കിയതല്ലേ, മോനെ തന്നെ അങ്ങ് കുടിച്ചാൽ മതിട്ടാ. നന്ദ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. അവൻ ജ്യൂസ് പകുതിയോളം കുടിച്ചു. ശേഷം അവളുടെ തോളിലൂടെ കൈയിട്ട് ഗ്ലാസ് അവളുടെ ചുണ്ടോടടുപ്പിച്ചപ്പോൾ വറുത്ത കാഷ്യൂവിൻ്റെ മണം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. അവൾ യാന്ത്രികമായി വാ തുറന്നു. അവൾ ജ്യൂസ് ഒന്ന് സിപ്പ് ചെയ്തു. ജ്യൂസ് ഗ്ലാസ് അവളുടെ കയ്യിൽ കൊടുത്ത് അവൻ അവളുടെ ഓർണമെൻറ്റ്സ് അഴിച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ നന്ദു ആകെ വണ്ടറടിച്ച് നിൽപ്പാണ്. ഇവനിന് ഫസ്റ്റ് നൈറ്റിൻ്റെ മൂഡിലാണോ ഈശ്വര? പാലിന് പകരം അമ്മായിയമ്മ കാഷ്യൂ ഷേക്ക് കൊടുത്ത് വിട്ടേക്കുമല്ലേ, നന്ദു മനസ്സിൽ പറഞ്ഞു. അവളുടെ നെറ്റിച്ചുട്ടി അഴിച്ചു കഴിഞ്ഞു. വളരെ ശ്രദ്ധിച്ച് ഇയറിങ്സും അതിൻ്റെ ചെയിനും അഴിച്ചു. അത് കഴിഞ്ഞ് മുടിയിലെ പിന്നൊക്കെയും അഴിച്ചു. മുടി ഫ്രീ ആയി വിട്ടു. ശേഷം അവളുടെ മുടി വകഞ്ഞു മാറ്റി ഫാൻസി നെക്ലേസ് അഴിച്ചെടുത്തു. ഡെയിലി വെയർ വാങ്ങിച്ചാൽ മതിയായിരുന്നു. തൻ്റെ അമ്മ അണിയിച്ചു കൊടുത്ത അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഡയമണ്ട് നെക്ലേസ് അഴിച്ചു മാറ്റുന്നതിനിടയിൽ കൃഷ് പറഞ്ഞു. അത് കഴിഞ്ഞ് അവളെ നേരെ നിർത്തി ഇരു കൈയിലെയും വളകൾ ഊരിയെടുത്തു. അപ്പോഴേക്കും അവളുടെ ജ്യൂസ് കൂടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് വയറ് കവർ ചെയ്ത് വെച്ച ലെഹങ്കയുടെ ഷോളിൻ്റെ പിന്നൊക്കെ ഊരിയെടുത്തു. ഷോൾ ഡ്രസ്സിംഗ് ടേബിളിന് മുന്നിലെ ചെയറിൽ വെച്ചു. രണ്ടുപേരും ഒരു നിമിഷം കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിലേക്ക് നോക്കി നിന്നു. അവൻ്റെ കണ്ണുകൾ തൻ്റെ വയറിലേക്ക് നീളുന്നത് കണ്ടതും അവളുടെ മുഖം നാണത്താൽ പൂത്തുലഞ്ഞു. താൻ പറഞ്ഞതുകൊണ്ടാവാൻ നേരത്തെ അവിടം ഷോൾ കൊണ്ട് കവർ ചെയ്തത്. അതോർത്തപ്പോൾ അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരിളം പുഞ്ചിരി വിരിഞ്ഞു. അതവൾ ശ്രദ്ധിക്കുകയും ചെയ്തു. തൻ്റെ നാണം അവനിൽ നിന്ന് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് നന്ദു തൻ്റെ ഫോൺ എടുത്ത് ഒരു സെൽഫി എടുക്കുന്നത്. എങ്കിൽ പിന്നെ മിറർ സെൽഫി ഇത്തിരി കളറായിക്കോട്ടെ എന്ന് കരുതി അവൻ മാക്സിമം സഹകരിച്ചു. അവളുടെ കവിളിൽ ചുംബിച്ചും രണ്ടുപേരുടെയും റിങ് കാണുന്ന പോലെ പരസ്പരം കൈകോർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചും മറ്റും അവൻ അവസരം ശരിക്കും മുതലെടുത്തു. ഫോട്ടോ എടുപ്പ് കഴിഞ്ഞതും അവൻ്റെ കൈവിരലുകൾ അവളുടെ വയറിലേക്ക് നീണ്ടതും അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. തൻ്റെ പാവാട ഒന്നുകൂടി താഴ്ത്തി വെച്ച് അവൻ്റെ കൈവിരൽ തൻ്റെ വയറിൽ കുറുമ്പ് കാട്ടുന്നത് കണ്ടതും അവൾ അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. കൃഷ്ണി പൊയ്ക്കോന്നേ, ഇതേ സമയം 11 ഇനിയും വൈകിയാ എനിക്ക് പിന്നെ നിന്നെ ഓർത്ത് ഉറക്കം വരില്ല. തൻ്റെ വയറിലമർന്ന് അവൻ്റെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു. എങ്കിൽ ഞാൻ ഇവിടെ തന്നെ കൂടിയേക്കാം. അവളുടെ കാതൂരം സ്വകാര്യം പോലെ പറഞ്ഞുകൊണ്ട് അവിടം ചുംബിച്ചതും അവളുടെ മേനിയാകെ കുളിര് കോരി. അതിനിടയിൽ തൻ്റെ ഇടത് കൈയാലെ അവളുടെ മുടി വകഞ്ഞു മാറ്റി പിൻകഴുത്തിൽ ചുണ്ട് ചേർത്തതും അവളുടെ കണ്ണുകൾ താനെ കൂമ്പി അടഞ്ഞു പോയിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ തോളിലും മുൻകഴുത്തിലും പിൻകഴുത്തിലും ഇടതടവില്ലാതെ അമർന്നു. അവൻ്റെ മീശ താടി രോമങ്ങൾ അവളുടെ തോളിലേക്ക് കൂട്ടി. തൻ്റെ ലെഹങ്കയുടെ ബ്ലൗസിൻ്റെ ഹൂക്ക് അവൻ്റെ കൈയാൽ അടർന്നു മാറുന്നത് തിരിച്ചറിഞ്ഞതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അവന് നേരെ തിരിഞ്ഞു. അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. അവളുടെ ആ പ്രവൃത്തി അവനിൽ ചിരി പടർത്തി. അവൻ അന്നേരം കണ്ണാടിയിലേക്ക് നോട്ടം പായിച്ചു. 2 ഹുക്സ് മാത്രം അവൻ എടുത്തിരുന്നുള്ളൂ. അവൻ്റെ കൈ പിന്നെയും അവളുടെ ബ്ലൗസിലേക്ക് നീണ്ടതും അവൾ അവൻ്റെ കൈ എടുത്തു മാറ്റി.
ഞാൻ ഹെൽപ്പ് ചെയ്യാന്നേ. അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു മൂക്കിൽ മൂക്കുരസിക്കൊണ്ട് അവൻ കുറുമ്പോടെ പറഞ്ഞു. അപ്പോൾ നിന്റെ ഫസ്റ്റ് നൈറ്റ് സസ്പെൻസ് നന്ദുവും വിട്ടില്ല. അത് ഞാനങ്ങ് സഹിച്ചു, അവൻ പറഞ്ഞു. അപ്പോൾ നിനക്ക് ത്രില്ല് മുഖ്യമാണെന്ന് പറഞ്ഞിട്ട് അതും ഞാനങ്ങ് സഹിച്ചു. എന്നാലേ എനിക്ക് ത്രില്ല് മുഖ്യമാണ്. അതുകൊണ്ട് മോൻ റൂട്ട് മാറ്റിപ്പിടി. അതിനിപ്പോൾ നിനക്ക് ത്രില്ല് പോകുന്ന തരത്തിൽ ഞാനൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്താ? അവളുടെ തോളിൽ നിന്നും ബ്ലൗസ് അല്പം താഴ്ത്തി അവിടെ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എനിക്ക് മുഖ്യം നിന്റെ ത്രില്ല് തന്നെയാണ് കൃഷ്. നിന്റെ കണ്ണിൽ ഇന്ന് കാണുന്ന അതേ തിളക്കം അന്ന് എനിക്ക് കാണണം. അവൻ താഴ്ത്തി വെച്ച തൻ്റെ ടോപ്പ് പൊക്കി വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്ന് അവളുടെ കവളിൽ തൻ്റെ വിരലുകളാൽ തഴുകിക്കൊണ്ട് അവൻ കുറുമ്പോടെ ചോദിച്ചു. പോ അവിടുന്ന്. അവൻ്റെ കഴുത്തിന് താഴെ നെഞ്ചിന് മേലെയായി അമർത്തി കഴിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ആ വേദന കൊണ്ട് അവനിൽ നിന്നും ആർത്തനാദം ഉയർന്നു വന്നു. ഡി, എനിക്ക് നാളെ അവന്മാരുടെ മുന്നിൽ നിൽക്കാനുള്ളതാ. അവന്മാരെന്നെ കളിയാക്കി കൊല്ലും. നീ കടിച്ചെന്ന് പറഞ്ഞാലേ അവന്മാർ വിശ്വസിക്കോ? അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. പിന്നെ എന്താ അവർ കരുതുക? അവൾ കുറുമ്പോടെ പറഞ്ഞു. എങ്കിലേ ഇത്തിരി കൂടി പൊലിപ്പിച്ചേക്കാം എന്നും പറഞ്ഞ് അവൻ്റെ കഴുത്തിൻ്റെ ഇടതുവശത്തു കൂടി അല്പം കനത്തിൽ പല്ലുകൾ ആഴ്ത്തിയതും കൃഷ്ണൻ വാശിയായി. അതേ വാശിയോട് അവളുടെ തോളിൽ നിന്നും ഡ്രസ്സ് വലിച്ചു താഴ്ത്തി. അവളുടെ ഇരുമാറും ചെറുതായി കാണാമെന്നായി. അവളുടെ ഇടത് മാറിന് മുകളിലായി അവൾക്ക് വേദനിക്കും വിധം അവൻ തൻ്റെ പല്ലുകൾ ആഴ്ത്തി. അന്നേരം അവൾ വേദന കടിച്ചു പിടിച്ചു നിന്നു. കഴിഞ്ഞില്ല, ഒരു കടം കൂടി ബാക്കിയുണ്ടെന്നും പറഞ്ഞു തൻ്റെ വലത് മാറിലേക്ക് മുഖമടിപ്പിക്കുന്നവനെ തള്ളി മാറ്റി ബെഡ് വരെ ഓടിയെങ്കിലും ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അവളെ ചതിച്ചപ്പോൾ അവൾ അവന് മുന്നിൽ തോൽവി സമ്മതിച്ചു. അവളെയും കെട്ടിപ്പിടിച്ച് ബെഡിലേക്ക് വീഴുമ്പോൾ അവൾ ഭയത്താൽ കണ്ണടച്ചു പോയിരുന്നു. തൻ്റെ മേലെ അമർന്നവൻ്റെ കണ്ണുകൾ നീളുന്നത് എങ്ങോട്ടാണെന്ന് തിരിച്ചറിഞ്ഞതും അവൾ തൻ്റെ ബ്ലൗസ് പൊക്കി വെക്കാൻ നോക്കിയെങ്കിലും അവൻ അവളുടെ ഇരു കൈയും പിടിച്ചു വെച്ചു. അവൻ്റെ കണ്ണുകൾ പകുതിയോളം കാണുന്ന അവളുടെ മാറിൽ ഒഴുകി നടന്നു. അവൻ്റെ മുഖം അവിടേക്ക് താഴ്ന്നു വരുന്നത് കണ്ടതും അവൾ കുതറി മാറാനൊരുങ്ങി. കൃഷ്, വേണ്ട, നീ പോയേ. ഈ കടം കൂടി വീട്ടിയിട്ട് പോവാന്നേ. കൃഷ്, വേണ്ടാട്ടോ, എനിക്ക് ശരിക്കും വേദനിച്ചു. ആണോ? എങ്കിൽ ഞാൻ അവിടെ ഉമ്മ വെക്കട്ടെ. ദേ കൃഷ്, കളിക്കല്ലേ, ഞാൻ ഒച്ച വെക്കും. വെച്ചോ, അതിന് എനിക്കെന്താ? ഉറപ്പായും വെക്കും, വെച്ചോന്നേ. അവൾ തമാശ പറയുവാണെന്ന് കരുതിയ കൃഷിനെ ഞെട്ടിച്ചുകൊണ്ട് അവൾ ഉറക്ക അമ്മയെ വിളിച്ചു പോകാനൊരുങ്ങിയതും അവൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. ഡി മഹാബോബി, നീ എന്നെ നാണം കെടുത്തി അടങ്ങും, കൃഷ് അവളുടെ വായിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അന്നേരം അവൻ അവളുടെ കയ്യിൽ കടിച്ചതും വേദന കൊണ്ട് അവൻ തൻ്റെ കൈ പിൻവലിച്ചു. പിന്നെ അവൾ അമ്മയെ വിളിച്ചു ഒച്ചയുണ്ടാക്കി. അന്നേരം വേറെ വഴിയില്ലാതെ അവൻ അവളുടെ ചുണ്ടുകൾ അപ്പാടെ തൻ്റെ വായ്ക്കുള്ളിലാക്കിയതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവളിൽ നിന്നുണ്ടായ നേരിയ എതിർപ്പുകൾ വകവെക്കാതെ അവൻ അവളുടെ ചുണ്ടുകളിൽ തേൻ നുകരാൻ തുടങ്ങി. പതിയെ അവളുടെ എതിർപ്പുകൾ കുറഞ്ഞു വന്നു. അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു തുടങ്ങി. അധികം വൈകാതെ അവളും തിരിച്ച് അവനെ ചുംബിച്ചു തുടങ്ങി. അവൻ്റെ കൈകൾ അവളുടെ മേനിയിൽ അലഞ്ഞു നടന്നപ്പോൾ അവൾ അവൻ്റെ ഷർട്ടിനുള്ളിലേക്ക് കൈയിട്ട് അവൻ്റെ കഴുത്തിൽ അള്ളിപ്പിടിച്ചു. ചുംബനം അതിൻ്റെ തീവ്രതയിൽ എത്തി നിൽക്കുമ്പോഴാണ് കൃഷിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ ശബ്ദിക്കുന്നത്. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. തൻ്റെ ചുംബനത്താൽ വിവശയായി കണ്ണടച്ച് കിടക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ മേലിൽ നിന്നും അടർന്നു മാറി തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തപ്പോഴേക്കും കോൾ കട്ടായി. ഫോൺ സൈലൻ്റ് മോഡിലേക്ക് മാറ്റി പോക്കറ്റിൽ തിരികെ വെച്ച് അവളിലേക്ക് പിന്നെയും നോട്ടം പായിച്ചപ്പോൾ അവൾ അപ്പോഴും അതുപോലെ കിടക്കുന്നുണ്ട്. അവളുടെ ഇരു കണ്ണിലേക്കും ചെറുതായി ഊതിയതും അവൾ കണ്ണുകൾ തുറന്നു അവനെ നോക്കി. താൻ കടിച്ചെടുത്ത് അവൻ തൻ്റെ അധരങ്ങൾ പതിപ്പിച്ചപ്പോൾ അവൾ പിന്നെയും കണ്ണടച്ചു പോയിരുന്നു. അവളുടെ ഡ്രസ്സ് നേരെയാക്കി കൊടുത്തു ശേഷം അവളുടെ നിറകയിൽ ചുംബിച്ചു. ഞാൻ പോട്ടെ, എൻ്റെ അച്ഛനാ വിളിച്ചത്. മിക്കവാറും നിൻ്റെ അച്ഛൻ്റെ വിളി എൻ്റെ അച്ഛനെ തേടിയെത്തി കാണും. നിൻ്റെ അച്ഛൻ പിടിച്ച് പുറത്താക്കുന്നതിന് മുൻപ് പോകുന്നതല്ലേ നല്ലത്. നാളെ രാവിലെ കൃത്യം 8 മണിക്ക് ഞാൻ വരും, റെഡിയായി നിന്നോണം. അച്ഛൻ്റെ പെർമിഷൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞതിന് മറുപടിയായി അവളൊന്ന് മൂളി. സോറി, അവളുടെ കാതോരം മുത്തിക്കൊണ്ടവൻ പറഞ്ഞു. ശരിക്കും നൊന്തോ? അവൻ വീണ്ടും ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. ഐ ലവ് യു, അവൻ പിന്നെ അവളുടെ കാതോരം ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. മതി, പൊയ്ക്കോ. അവൻ്റെ മുടിയിൽ പിടിമുറുക്കി തൻ്റെ മുഖത്തിന് നേരെ അടുപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ പൊയ്ക്കോളാം. അവളുടെ മുഖത്തേക്ക് മുഖമുരസി ഇക്കിളി കൂട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇനി പോയില്ലേ ഞാനായിരിക്കും നിന്നെ പിടിച്ച് പുറത്താക്കുക. നന്ദു ഇതിരി കനപ്പിച്ചു പറഞ്ഞതും മനസ്സില്ലാ മനസ്സോടെ അവൻ മുറിവിട്ടിറങ്ങാൻ ഒരുങ്ങി. സൂക്ഷിച്ചു പോണേ.
വാതിൽക്കലെത്തിയതും അവൻ ഒന്നുകൂടെ പുണർന്നുകൊണ്ട് അവൾ പറഞ്ഞതും അവൾക്ക് മറുപടിയായി ഒരു പുഞ്ചിരി നൽകി അവൻ നിറഞ്ഞ മനസ്സോടെ അവിടെ നിന്ന് ഇറങ്ങി. താഴെ സെറ്റിയിലിരുന്ന് ഉറക്കം തൂങ്ങുന്ന നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ചമ്മിയ ചിരിയും പാസാക്കി അവരോട് യാത്ര പറഞ്ഞിറങ്ങി. യാത്രയിലുടനീളം അവൻ്റെ മനസ്സ് നിറയെ നന്ദുവുമായുള്ള പ്രണയ നിമിഷങ്ങളായിരുന്നു. ഡ്രൈവിങ്ങിനിടയിൽ അവൻ്റെ കൈവിരലുകൾ തൻ്റെ നെഞ്ചിലെ അവൾ കടിച്ച പാടിലേക്ക് നീണ്ടു. അവിടം ഇപ്പോഴും അവളുടെ നിശ്വാസച്ചൂട് തട്ടുന്നത് പോലെ തോന്നിയതും അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരിളം പുഞ്ചിരി മുട്ടിട്ടു. പിറ്റേന്ന് രാവിലെ കൃത്യം 8 മണിക്ക് നന്ദുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി കൃഷ് അവളുടെ വീട്ടിലെത്തി. രാവിലെ അവൻ്റെ വീട്ടിൽ നിന്നും ഒന്നും കഴിക്കാതെ വന്നാൽ എന്താ, ഇവിടെ മദറിൻലോ മരുമോന് വേണ്ടി സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് വിട്ട് പെരുമാറാൻ പറ്റില്ലല്ലോ എന്ന് കരുതി അവൻ ഇത്തിരി കഴിച്ചു. പക്ഷെ മദറിൻലോ നിർബന്ധിച്ച് കഴിപ്പിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. ഫുഡിൻ്റെ കാര്യത്തിൽ അവൻ നോ കോംപ്രമൈസ്. ഇതിപ്പോൾ ഭാര്യ വീടായതുകൊണ്ട് ഫോർമാലിറ്റി കാണിച്ചതാണ്. മരുമോനോടുള്ള അമ്മായിയമ്മയുടെ സ്നേഹം കണ്ട് നന്ദു വായും പൊളിച്ച് നോക്കിയിരുന്നു. അതിൻ്റെ കൂടെ വേഗം കഴിച്ച് എഴുന്നേറ്റ് പോവാൻ നോക്കു പെണ്ണെ എന്നുള്ള ഡയലോഗും. അവനാണെങ്കിൽ അവളുടെ ചേഷ്ടകൾ കണ്ട് ചിരി കടിച്ചു പിടിച്ച് നിൽപ്പാണ്. നിൻ്റെ ഈ ഫിറ്റ് ബോഡി കണ്ടിട്ടാ ഞാൻ നിന്നെ പ്രേമിച്ചത്. ഇങ്ങനെ കഴിച്ചാൽ വെയിറ്റ് കൂടും, കൂടെ വയറും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടില്ല. അമ്മ അകത്തോട്ട് പോയതും നന്ദു അവനെ നോക്കി പറഞ്ഞു, എൻ്റെ ബോഡി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നേ എനിക്ക് നന്നായിട്ടറിയാം. നീ വല്ലതും കഴിച്ചേ നിൻ്റെ ഈ 0 സൈസ് ഒന്ന് മാറ്റിപ്പിടിക്കാൻ നോക്ക്. കല്യാണം ആകുമ്പോഴേക്കും ഇത്തിരി ഇറച്ചി വെച്ചാൽ മതിയായിരുന്നു. അവളുടെ വായക്ക് നേരെ ഭക്ഷണം നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഭക്ഷണം വാങ്ങി അവൻ്റെ വിരലിനിട്ട് നല്ലൊരു കടിയും കൊടുത്തു. അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് ഇരുവരും അവിടെ നിന്ന് ഇറങ്ങി. യാത്രയിലുടനീളം അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടേയിരുന്നു. തങ്ങളുടെ അച്ഛനമ്മമാർ പ്രപ്പോസൽ കൊണ്ടുവന്നതിന് ശേഷം അത് മുടക്കാൻ വേണ്ടി തങ്ങൾ ചെയ്തതൊക്കെ പറഞ്ഞു ഇരുവരും ഒരുപാട് ചിരിച്ചു. കാതറിനും സണ്ണിച്ചായനും തങ്ങളുടെ പേരൻസിൻ്റെ അനുമതിയോടെ ഇരുവരെയും ഏതൻസിലേക്ക് ക്ഷണിച്ചിരുന്നു. കുരുത്തക്കേട് കാണിക്കില്ല എന്നുറപ്പ് നൽകിയിട്ടാണ് രണ്ടുപേരും പോകുന്നത്. ഇപ്പോൾ അവിടേക്കാണ് ഇരുവരുടെയും യാത്ര. ഇന്നുകൂടി അടിച്ചു പൊളിച്ച് നാളെ കോളേജിലേക്ക് പോവാം എന്നായിരുന്നു ഇരുവരുടെയും തീരുമാനം. നാളുകൾക്ക് ശേഷം കൃഷിൻ്റെ കാർ ഏതൻസ് വില്ലയുടെ കോമ്പൗണ്ടിലേക്ക് കടന്നു. സണ്ണിയെയും കാതറിനെയും കണ്ടു കുറച്ചു നേരം സംസാരിച്ചു. വീടിൻ്റെ കീ വാങ്ങി ശേഷം ഇരുവരും വീണ്ടും തങ്ങളുടെ സ്വർഗത്തിലേക്ക് തിരിച്ചെത്തി. അവിടെ എത്തിയതും കൃഷ് പഴയ കൃഷായി മാറി. നന്ദു ബെഡ്ഷീറ്റ് മാറി വിരിക്കുന്ന നേരത്താണ് കൃഷ് ബെഡിലേക്ക് ചാടി കയറുന്നത്. അവൻ്റെ ഈ പ്രവൃത്തി കണ്ടു നന്ദു തൻ്റെ ഇടുപ്പിൽ കൈവച്ചു അവനെ കൂർപ്പിച്ചു നോക്കി. അന്നേരമാണ് കൃഷിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ ശബ്ദിക്കുന്നത്. ഡിസ്പ്ലേയിൽ അലോക് എന്ന് കണ്ടതും കൃഷ് നെറ്റി ചൊളിച്ചു ഫോൺ അറ്റൻഡ് ചെയ്തു. ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ കൃഷ് തളർച്ചയോടെ ബെഡിലിരുന്ന് നെറ്റിത്തട ഒഴിഞ്ഞു. കൃഷിൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ടതും അവൾ കാര്യം തിരക്കി. നന്ദ, തേജ കൊല്ലപ്പെട്ടു. വിരാജിൻ്റെ അച്ഛൻ്റെ ഗസ്റ്റ് ഹൗസിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസിലായിരുന്നു അവളെ ഞങ്ങൾ പൂട്ടിയിട്ടിരുന്നത്. ഇന്നിപ്പോൾ കോളേജിൽ പോലീസ് വന്ന് വിരാജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന്. എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. കൃഷ് പറഞ്ഞത് കേട്ട് നന്ദു ആകെ വിറങ്ങലിച്ചു പോയിരുന്നു. കൃഷ്, എനിക്ക് പേടിയാവുന്നു കൃഷ്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിന്നെയും പോലീസ് കൊണ്ടുപോവോ? നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല കൃഷ്. നന്ദു അവനെ ഇറുകെ പുണർന്നുകൊണ്ട് കരയാൻ തുടങ്ങി. എൻ്റെ നന്ദൂട്ടാ, നീ ഇങ്ങനെ ടെൻഷനായാലോ? നീയല്ലേ എല്ലാത്തിനും തുടക്കം കുറിച്ചത്. എന്നിട്ടിപ്പോൾ ഇങ്ങനെ തളർന്നു പോയാലോ? ഞങ്ങൾക്കിതുവരെ അവളുടെ വായിൽ നിന്ന് ഒന്നും കിട്ടിയില്ലായിരുന്നു. വിരാജ് ഒരിക്കലും ഈ മണ്ടത്തരം ചെയ്യില്ല. എനിക്ക് തോന്നുന്നത് ഇതിന് പിന്നിൽ അവനാണ്, ഇപ്പോഴും മറഞ്ഞു നിന്ന് കളിക്കുന്ന ആ ശത്രു. കൃഷ് എന്തൊക്കെയോ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. കോളേജ് ലക്ഷ്യം വെച്ച് അവിടെ നിന്ന് ഇറങ്ങി. കൃഷ് കോളേജിലെത്തി തൻ്റെ കൂട്ടുകാരുമായി സംസാരിച്ചു. കേസുമായി മുന്നോട്ട് പോകാൻ വിരാജിൻ്റെ വീട്ടുകാരുടെ അനുവാദവും സഹകരണവും വേണം. അതിനുവേണ്ടി എല്ലാവരും അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. വിരാജിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആണായും പെണ്ണായും അവൻ ഒറ്റ മോനായിരുന്നു. അതുകൊണ്ട് ആ അച്ഛൻ ആകെ തളർന്ന നിലയിലായിരുന്നു. ആദ്യം നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കി ജാമ്യം കിട്ടുമോ എന്ന് നോക്കണം എന്ന അഭിപ്രായം വന്നപ്പോൾ ആഡിസാണ് തൻ്റെ ഡാഡിയുടെ കസിൻ ബ്രദറായ ജേക്കബിനെ കുറിച്ചും അവരുടെ ഭാര്യയുടെ ആദ്യ ബന്ധത്തിലുണ്ടായ മകനെക്കുറിച്ചും പറയുന്നത്. ഏറ്റെടുത്ത കേസുകളെല്ലാം പുഷ്പം പോലെ വിജയിപ്പിച്ചെടുത്ത ദി ഗ്രേറ്റ് ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ്